കോഴിക്കോട് ജില്ലയിൽ മണിക്കൂറുകളായി കനത്ത മഴയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടും മറ്റ് നാശനഷ്ടങ്ങൾ, മരം വീണ് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. മിഥില ബാലൻ വിശദാംശങ്ങളുമായുണ്ട്. മിഥില, എന്താണ് കോഴിക്കോട് ജില്ലയിലെ അവസ്ഥ? പൊതുവെ ജില്ലയിൽ മഴയുണ്ട്, മണിക്കൂറുകളായി മഴ തുടരുന്നു എന്നതാണോ? മലയോര മേഖലയിലൊക്കെ എങ്ങനെയാണ്? അനുജ, രാവിലെ മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിശക്തമായ മഴയാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലുള്ളത്. അത് നഗരപ്രദേശമെന്നോ ഗ്രാമീണ മേഖലയെന്നോ എന്നൊന്നുമില്ല. ഇപ്പോൾ ഞാനുള്ളത് ഒരു തീരദേശ മേഖലയിലാണ്, ശാന്തിനഗർ കോളനിയിലാണ്. ഈ ശാന്തിനഗർ കോളനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മഴക്കാലവും ഇവർക്ക് ദുരിതകാലമാണ്. വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണം ഈ മേഖലയിൽ, ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ തന്നെ ഈ കടൽഭിത്തി നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഒട്ടും നീളം ഇല്ല, അല്ലെങ്കിൽ ഉയരമില്ല ഈ കടൽഭിത്തിക്ക്. മാത്രമല്ല, ഈ കടൽഭിത്തിക്കുള്ള കരിങ്കല്ലുകളൊന്നും തന്നെ അത്ര ബലത്തിലല്ല ഇത് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ തിരമാല വന്ന് അടിക്കുന്ന സമയത്ത് തിരിച്ച് കടലിലോട്ട് തന്നെ ഈ കടൽഭിത്തികൾ പോകുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ ഈ ശാന്തിനഗർ കോളനിയിൽ ഭീഷണി നേരിടുന്ന 20-ലധികം വീടുകൾ ഭീഷണി നേരിടുന്നുണ്ട്. 300 മീറ്റർ, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വീടുകളാണ്. ആ വീടുകളുടെ ആളുകളൊന്നും അവിടെ ഇല്ല. ചില വീടുകൾ അവർ തൽക്കാലത്തേക്ക് ഇന്നിപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ കടലാക്രമണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അവരെല്ലാം തന്നെ ആ ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലേക്കോ പോയിട്ടുണ്ട്. നമുക്കിവിടെ പ്രതികരണം തേടേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. വളരെ കാലമായി ശാന്തിനഗർ കോളനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കടൽഭിത്തിക്ക് ഉയരം കൂട്ടണം എന്ന കാര്യം. നമുക്ക് ചോദിക്കാം, എന്താണ് നിലവിലൊരു സാഹചര്യം? എന്താ ഇപ്പോൾ 2 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണം നിങ്ങൾ നേരിടുകയാണല്ലോ. ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇപ്പോൾ ഈ വാവ് തുടങ്ങിയതാണ്, കർക്കിടക വാവ് തുടങ്ങിയതാണ്. പക്ഷേ ആദ്യം ഫസ്റ്റ് ദിവസം അങ്ങനെ അല്ലോ, ഇല്ലെങ്ങനെയല്ലേ, എന്നാലും വെള്ളമൊക്കെ വീണി. ഇപ്പോൾ ഇന്ന് ഇതൊക്കെ വീടിൻ്റെ മേലെ കൂടി മുന്നിലേക്ക് എത്തുന്നു, അത്ര ഹൈറ്റിലൊക്കെ പോകുന്നത്. വളരെ വിലങ്ങിയ 3 മക്കളായിട്ട് ഞാൻ നിൽക്കുന്നതാണ്. നോക്കുമ്പോൾ അവിടെ വീട്ടിൻ്റെ ഉള്ളിൽ ആ ഭാഗത്തേക്കുള്ള റൂമിലേക്ക് പോകാൻ പേടിയാണ്. കാരണം അത് ഒന്നായിട്ട് വീഴുമ്പോൾ ഒന്നായി ഇടിഞ്ഞ് മക്കളെ മേത്തതിന് മുന്നേ വലിയൊരു ഒരു ആശങ്ക ഉണ്ട്. എത്തിയിട്ടുണ്ടോ നിങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യം എന്തെങ്കിലും? കൗൺസിലറൊക്കെ അറിയിച്ച്, ഇന്ന് രാവിലെയൊക്കെ അറിയിച്ച്, ഇന്നലൊക്കെ അറിയുന്നതാണ്. ഞങ്ങളിവിടെ ഗ്രൂപ്പ്, റെസിഡൻസിൻ്റെ ഗ്രൂപ്പുണ്ട്, അങ്ങനെ ഗ്രൂപ്പിലൊക്കെ വിട്ട് എല്ലാവരും അറിയിച്ചതൊക്കെയാണ്. ആരും ഇവിടെ വന്നിട്ടും ഒന്നുമില്ല. ഇതാണ് അനുജ ഇവിടുത്തെ ഒരു സാഹചര്യം. 2 അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് വീടിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര കണ്ട് വെള്ളം ഈ വീട്ടിൻ്റെ ഉള്ളിൽ തിരമാല അടിച്ചു കയറിയിട്ടുണ്ട്. വീട് പൂർണ്ണമായും പോയില്ലേ? മോളെ വീട് മുഴുവനും വീടിനു ശേഷം ഞാൻ എൻ്റെ മോളെ തീ വന്നത്. ഓള് കൂട്ടി കൊണ്ടാണ് അമ്മേനെ. അപ്പം 21 കൊല്ലമായി അച്ഛൻ മരിച്ചിട്ട്, 17 കൊല്ലമായി മോൻ മരിച്ചിട്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അവിടെ. ഇവരെല്ലാവരും ആശ്രയം ഉണ്ടാവും. ഒരു മോള് പേരക്കുട്ടി ഉണ്ട് എൻ്റെ അടുത്ത്. ഇന്നാണോ ഈ വീട് പോയത്? ഇന്നത്തെ അല്ല, വീട് വീണ്ടും 1 കൊല്ലത്തോളമായി. അതിൻ്റെ മുന്നേ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടെന്ന് തന്നെ അമ്മേൻ്റെ മേലെ അതൊക്കെ കൂടെ വീണ് പോയിട്ട് അമ്മ മരിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ട് ഞാനൊരാളുള്ളിട്ട് നിങ്ങൾക്ക് ഒരു ആശ്രയം. എന്താണ് ചേച്ചി, വീട്ടിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണോ? വെള്ളമാണ് ഇതിനകത്ത്, കംപ്ലീറ്റ് വെള്ളമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വെള്ളമാണ് ഇവിടെ. 2 ബാല്യക്കാറ്റ് പിള്ളേരെ റോട്ടിൽ വെച്ച് ഉറങ്ങാൻ പറ്റില്ലല്ലോ, അതാണ്. എല്ലാ കാലത്തും നിങ്ങൾ പരാതി പറയുന്നതല്ലേ ഈ കടൽഭിത്തിയുടെ ഉയരം കൂട്ടണം എന്നുള്ളത്? പരാതിയും പരുവേ ഉള്ളൂ. ഇനി ഇതാണ് അനുജ ഇവിടുത്തെ ഒരു സാഹചര്യം. ഇത് ശാന്തിനഗർ കോളനിയിലെ മാത്രം അവസ്ഥയാണ്. കോഴിക്കോടിന്റെ തീരദേശ മേഖല ഇന്ന് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണം ഇന്ന് നേരിടുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ആരും അധികൃതർ എത്തിയിട്ടില്ല എന്നാണോ മിഥില? ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടല്ലോ. അവരതിന് ഒരുക്കമല്ലാത്തൊരു സാഹചര്യം ഉണ്ടോ, അതോ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ്. മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഈ കടലാക്രമണം ഉണ്ടാകുന്ന സമയത്ത് തൊട്ടടുത്ത സ്കൂളുകളിലേക്കെല്ലാം മാറ്റിപ്പാർപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസമായി വലിയ രീതിയിലുള്ള ഒരു കടൽക്ഷോഭം ഈ മേഖലയിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ശാന്തിനഗർ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളിലെല്ലാം ആളുകളുണ്ട്. പക്ഷേ അവിടെ കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ആ വീടുകളിൽ കഴിയുന്നുണ്ട്. എങ്ങോട്ടും അവർ മാറിയിട്ടില്ല, എങ്ങോട്ടും മാറിപ്പോകാനും അവർക്ക് സ്ഥലമില്ല. അതിൻ്റെ ഒരു കഷ്ടതയും ഒക്കെയാണ് അവർ ഇപ്പോൾ, പരാതിയും ഒക്കെയാണ് അവർ ഇപ്പോൾ 24 വ്യക്തമാക്കിയിട്ടുള്ളത്. അനുജ.